ശുദ്ധിക്രിയ സുപ്രീം കോടതി വിധിക്കെതിരായ നടപടിയെന്നും തന്ത്രിയെ നീക്കാൻ സർക്കാരിനാവുമെന്നും കുറ്റകരമായി പ്രവർത്തിച്ചത് ആചാരത്തിന്റെ സംരക്ഷണമില്ലെന്നും അഡ്വക്കേറ്റ് കാളീശ്വരം രാജയും ആചാരങ്ങൾ സംരക്ഷിക്കാനുള്ള തന്ത്രിയുടെ അധികാരം എടുത്തു പറഞ്ഞ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടി തന്ത്രിയെ തൊടാനാവില്ലെന്ന് അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതനും സുപ്രീം കോടതി അഭിഭാഷകർ ഏറ്റുമുട്ടുമ്പോൾ യുവതി പ്രവേശന വിഷയത്തിൽ തന്ത്രി നടയടച്ചു എന്ന ആരോപണത്തിൽ കഴമ്പില്ല എന്ന വാദം ശക്തമാകുന്നു. തന്ത്രി നടത്തിയത് ശുദ്ധിക്രിയ മാത്രമായിരുന്നു, അതും ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ അറിവോടെ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ, അംഗം കെ.പി. ശങ്കർദാസ് എന്നിവരെ അറിയിച്ച ശേഷമാണ് തന്ത്രി കണ്ഠര് രാജീവർ ശുദ്ധിക്രിയ ചെയ്തത്. സോപാനം സ്പെഷ്യൽ ഓഫീസർ, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെയും തന്ത്രി മുൻകൂർ വിവരം അറിയിച്ചിരുന്നു. ദേവസ്വം ബോർഡോ മുതിർന്ന ഉദ്യോഗസ്ഥരോ ശുദ്ധിക്രിയ ചെയ്യരുതെന്ന് തന്ത്രിക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല. മാത്രവുമല്ല, ക്ഷേത്രങ്ങളിൽ അശുദ്ധി സംശയിച്ചാൽ ശുദ്ധിക്രിയ നടത്തുന്നത് ആചാരത്തിന്റെ ഭാഗമാണ്. അതേസമയം തന്ത്രി നട അടച്ചിട്ടില്ലെന്നും പകരം തിരുനടയുടെ വാതിൽ പാതി ചാരുക മാത്രമാണ് ചെയ്തതെന്നും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ജനുവരി 2-ന് ദേവസ്വം കമ്മീഷണർക്ക് നൽകിയ കത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുൻപും ശബരിമലയിൽ ശുദ്ധിക്രിയ നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഇരുമുടിക്കെട്ടില്ലാതെ വത്സൻ തില്ലങ്കേരി 18-ാം പടി കയറിയപ്പോഴായിരുന്നു. ചിത്തിര ആട്ടവിശേഷ നാളിൽ ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി ചവിട്ടിയതും പടിയിൽ പുറംതിരിഞ്ഞു നിന്നതും ആചാരലംഘനമാണെന്ന് ആക്ഷേപമുയർന്നപ്പോഴായിരുന്നു ശുദ്ധിക്രിയ. ആചാരലംഘനമുണ്ടായെന്ന് തന്ത്രിക്ക് ബോധ്യപ്പെട്ടാൽ അക്കാര്യം ദേവസ്വം ബോർഡിനെ അറിയിക്കുകയാണ് പതിവ്. തുടർന്ന് പൂജാ സമയങ്ങളിൽ മാറ്റം വരുത്തി പരിഹാര പൂജ ചെയ്യും. ശ്രീകോവിലിന് സമീപം ബൂട്ടിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ കയറിയതിൽ ശുദ്ധിക്രിയ നടത്തിയതും ഇതേ രീതിയിലായിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സിന് സുരക്ഷ ഒരുക്കുന്നതിനിടയിലായിരുന്നു ശ്രീകോവിലിന് തൊട്ടുപുറകിൽ മാളികപ്പുറം ഫ്ലൈ ഓവറിലേക്ക് കയറുന്ന ഭാഗത്താണ് പോലീസുകാർ ബൂട്ടിട്ട് നിന്നത്. തിരുമുറ്റം മുതൽ മാളികപ്പുറം വരെ പാദരക്ഷകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നിരിക്കെയാണ് ഷീൽഡും ലാത്തിയും ഹെൽമറ്റും അടക്കമുള്ളവയുമായി ശ്രീകോവിലിന് സമീപത്തെത്തിയത്. മാളികപ്പുറത്തേക്കുള്ള ഫ്ലൈ ഓവറിന്റെ തുടക്കഭാഗത്ത് പോലീസ് ബൂട്ടിട്ട് നിന്നത് ആചാരലംഘനമാണെന്ന് തന്ത്രി കണ്ഠര് രാജീവർ പറഞ്ഞു. തിരുമുറ്റം മുതൽ മാളികപ്പുറം വരെ ക്ഷേത്രപരിധിയിൽ പെടുന്നതാണെന്നും തന്ത്രി പറഞ്ഞു. തുടർന്ന് ശ്രീകോവിലിന് സമീപം ബൂട്ടിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ കയറിയതിൽ ശുദ്ധിക്രിയ നടത്തി. മണ്ഡലം നാളിതുവരെയുള്ള എല്ലാ അശുദ്ധി ബാധകൾക്കും ശുദ്ധിക്രിയ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ യുവതികൾ കയറിയപ്പോഴും ശുദ്ധിക്രിയ ചെയ്തത്. യുവതികൾ ദർശനം നടത്തിയതിൽ പ്രതിഷേധിച്ച് സന്നിധാനത്ത് തടിച്ചുകൂടിയ ഭക്തർ ആകെ രോഷാകുലരുമായിരുന്നു. സ്ഥിതി കൂടുതൽ വഷളാകാതിരിക്കാനാണ് ശുദ്ധിക്രിയയ്ക്ക് തടസ്സം നിൽക്കാതിരുന്നതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ദേവസ്വം ബോർഡിനെ അറിയിച്ചു. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ജനുവരി 2-ന് ദേവസ്വം കമ്മീഷണർക്ക് നൽകിയ കത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. യുവതി പ്രവേശനം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ച ശേഷം തന്ത്രി തന്നെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെയും അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിച്ച് ആചാരപരമായ കാര്യങ്ങൾ നടത്തണമെന്നറിയിച്ചു. താൻ പുണ്യാഹവും ബിംബശുദ്ധിയും നടത്താൻ പോവുകയാണെന്നും ഇത് 45 മിനിറ്റിനകം പൂർത്തിയാക്കുമെന്നും തന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഫോണിലൂടെയും അറിയിച്ചു. വിവിധതരം അശുദ്ധികൾക്ക് ക്ഷേത്രങ്ങളിൽ ശുദ്ധിക്രിയ പതിവാണ്. ഇത് സാമ്പത്തിക ചെലവുണ്ടെങ്കിലേ ബോർഡിന്റെ അനുമതി വാങ്ങേണ്ടതുള്ളൂ. സന്നിധാനത്ത് നടത്തിയ ശുദ്ധികർമ്മത്തിന് ഭാരിച്ച ചെലവില്ല. ഉത്സവങ്ങൾക്ക് മുമ്പ് ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ശുദ്ധിക്രിയകൾക്കും ബോർഡിന്റെ അനുമതി വാങ്ങാറില്ല. ഇതിലെല്ലാം തീരുമാനമെടുക്കാൻ തന്ത്രിക്ക് അവകാശമുണ്ട്. അതിനാൽ ശുദ്ധിക്രിയയുടെ പേരിൽ നടപടി എടുക്കാനാവില്ലെന്നും ചൂണ്ടിക്കാണിക്കുന്നു. താഴമൺ മഠത്തിന് താന്ത്രികാവകാശം പാരമ്പര്യമായി കിട്ടിയതാണ്. അത് ദേവസ്വം ബോർഡിന് മാറ്റാനാകില്ല. ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടപ്പാക്കുന്നതും തുടരുന്നതും തന്ത്രിയുടെ അനുജ്ഞ പ്രകാരമാണ്. കൊടിയേറ്റ്, കൊടിയിറക്ക്, ഉത്സവബലി, പള്ളിവേട്ട തുടങ്ങിയ അടിയന്തരങ്ങളിൽ ചുമതല നിർവഹിച്ചില്ലെങ്കിൽ മാത്രമേ തന്ത്രവിധി പ്രകാരം അദ്ദേഹത്തെ നീക്കാനാകൂ. തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളമല്ല, ദക്ഷിണയാണ് സ്വീകരിക്കുന്നതെന്ന് അഖില കേരള തന്ത്രി സമാജം പറയുന്നു. ക്ഷേത്രാചാരങ്ങളിൽ അവസാന വാക്ക് തന്ത്രിയുടേതാണ്. അറിഞ്ഞോ അറിയാതെയോ ആചാരലംഘനം സംഭവിച്ചാൽ പരിഹാരക്രിയ നിശ്ചയിക്കേണ്ടതും നിർവഹിക്കേണ്ടതും തന്ത്രിയാണ്. മതപരമായ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും പ്രകാരം പ്രതിഷ്ഠിച്ച ഭഗവാനുള്ള നിവേദ്യം, അർപ്പിക്കുന്ന പുഷ്പം തുടങ്ങി ആ ക്ഷേത്രത്തെ സംബന്ധിച്ച സകല പരമ്പരാഗത വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണമെന്ന് 1954-ലെ സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ അർത്ഥശങ്കയ്ക്കിട നൽകാതെ വ്യക്തമാക്കിയിട്ടുണ്ട്. മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ഭരണഘടനയുടെ 26B അനുച്ഛേദത്തിന്റെ അന്തസത്ത ക്ഷേത്രവിശ്വാസികൾക്ക് പൂർണ്ണ അവകാശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഭരണകൂടത്തിന് നിയമനിർമ്മാണം സാധ്യമല്ല. തന്ത്രിയുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഹനിക്കുന്ന ഉത്തരവുകൾ ഇറക്കാനും സർക്കാരിന് അധികാരമില്ല. മതാചാരങ്ങളുടെ അനുഷ്ഠാനം സംബന്ധിച്ച ഷിരൂർ മഠം കേസിലെ വിധി അവയെ മൗലികാവകാശമായി സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നിയമനിർമ്മാണത്തിനും അത് അസാധുവാക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹിന്ദു മതാചാര പ്രകാരം നിഷിദ്ധമെന്ന് വിശ്വസിച്ച് ആ വിശ്വാസത്തെ മതത്തിന്റെ അടിസ്ഥാന തത്വമായി ആചരിക്കുന്നുണ്ടെങ്കിൽ അതിലിടപെടാൻ ഭരണകൂടത്തിന് അവകാശമില്ലെന്നാണ് സുപ്രീം കോടതി അഭിഭാഷകൻ ഗോവിന്ദ് ഭരതൻ പറയുന്നത്.